ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം ഇന്നത്തെ വീഡിയോ നമുക്കെങ്ങനെ വീട്ടിൽ പെഡിക്യൂർ ചെയ്യാമെന്നാണ്. ഇപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പെഡിക്യൂർ ചെയ്യാം. ഇത് ബിഫോറുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രത്തിൽ കാല് മുക്കി വെക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം എടുക്കണം. ഇപ്പം ഇളം ചൂടുവെള്ളമാണ് വേണ്ടത്. ചൂട് കൂടിപ്പോയാൽ അല്പം പച്ചവെള്ളം കൂടി ഉപയോഗിച്ച് ചേർക്കാം. പിന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചോ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത് 2 രൂപയുടെ വിവലിൻ്റെ ഷാമ്പു ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാം. മൈൽഡായിട്ടുള്ളതായിരിക്കണം. പിന്നെയെന്ന് പറയുമ്പം നമുക്ക് അരമുറി നാരങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നാരങ്ങ കുറച്ച് ഡ്രൈ ആയിപ്പോയി, അതുകൊണ്ട് ആണ് ഞാൻ ഒരു നാരങ്ങ എടുത്തേക്കുന്നത്. ശേഷം നാരങ്ങയുടെ തൊലി അതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. നാരങ്ങ നമ്മുടെ കാലിന് ഒരു ബ്ലീച്ചിങ് എഫക്റ്റാണ്. കാരണം നമ്മളെ സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നാരങ്ങ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ കാലുകൾ ഒരു 5-10 മിനിറ്റ് ഇറക്കി വെച്ച് കാലിൻ്റെ മുകൾ ഭാഗത്തെല്ലാം വെള്ളം എത്തുന്ന രീതിയിൽ നമ്മൾ ഒന്ന് കഴുകി കൊടുക്കണം. അപ്പം ഒരു 5 to 10 മിനിറ്റ് ആ ചൂട് ആറുന്നവരെ, വെള്ളത്തിൻ്റെ ചൂട് പോകുന്നവരെ നമുക്ക് കാലുകൾ മുക്കി വെച്ച് അപ്പം ഇതിൻ്റെ കാലുകളിലെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കാലിലെ സ്കിന്നെന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി കൂടിയ സ്കിന്നാണ്. അപ്പം ഇതിവിടുത്തെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാനായിട്ട് കുറച്ച് പാടാണ്. അപ്പം അതിനു വേണ്ടി ചൂടുവെള്ളം ഹെൽപ്പ് ചെയ്യും. ചൂടുവെള്ളത്തിൽ വയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ കാലൊക്കെ നന്നായി സോഫ്റ്റ് ആകും. പിന്നെ നമുക്കത് ഇട്ടിരിക്കുന്ന നാരങ്ങ വെച്ച് കാലൊക്കെ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടവർക്ക് ഷേപ്പിംഗ് ഒക്കെ ചെയ്യുക. ശേഷം നമുക്കൊരു പഴയ ബ്രഷ് എടുത്ത് അതിൽ കുറച്ച് ഗോൾഗേറ്റ് വെച്ച് നമുക്ക് ആ നഖങ്ങളിലുള്ള അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഉപ്പൂറ്റിയും അതുപോലെ തന്നെ ആ ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്തത് വേണ്ടത് സ്ക്രബാണ്. ഡോക്ടർ റാഷലിൻ്റെ സ്ക്രബാണ് ഇവിടെ ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ 3/4 ഭാഗത്തോടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബോഡി സ്ക്രബായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് പകരം നമുക്ക് കാപ്പിപ്പൊടിയും അരിപ്പൊടിയും അതുപോലെ തന്നെ തൈര് ഉപയോഗിച്ചുള്ള സ്ക്രബ് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്ക്രബ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. സൺടാനൊക്കെ പോകാനായിട്ട് ഈ സ്ക്രബ് വളരെ നല്ലതാണ്. ശേഷം നമുക്കൊരു പാക്ക് ഇടാം. അതിന് വേണ്ടി കസ്തൂരി മഞ്ഞൾ, കടലമാവ്, അതുപോലെ തന്നെ അരമുറി നാരങ്ങയാണ്. പിന്നെ ആവശ്യത്തിന് തൈരോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് കാലുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പം നമുക്കൊരു പാക്ക് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. വീക്കിലി വൺസ് ഒക്കെ ഈ പാക്ക് യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം പാക്കിട്ട് നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് വരെ വെച്ച് അതൊന്ന് ഡ്രൈ ആകണം. അപ്പം ഡ്രൈ ആയി കഴിഞ്ഞ് നമുക്ക് ഫുള്ള് കാലൊക്കെ കഴുകിയുള്ള ആഫ്റ്റർ നമുക്ക് നല്ലൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ശേഷമുള്ള വീഡിയോ ആണിത്. നമ്മൾ കാലൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.